സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. അകമല ജനവാസ മേഖലയിലെ കാട്ടാനയെ തുരത്താൻ DFO രവികുമാർ മീണ IFSന്റെ നേതൃത്വത്തിലുള്ള 42 അംഗ സ്പെഷ്യൽ ടീം അകമല കുഴിയോട് വനമേഖലയിൽ പരിശോധന നടത്തി. തോക്കുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി 4 ടീമുകളായാണ് കാടുകയറി പരിശോധന നടത്തുന്നത്. സ്ഥിരമായി എത്തുന്ന ഒറ്റയാനയാണ് ജനവാസ മേഖലയിലെ നാശനഷ്ടങ്ങൾക്ക് പുറകിലെന്ന് വനപാലകർ പറയുന്നു. ആന താരകൾ കേന്ദ്രീകരിച്ച് ട്രാക്ക് ചെയ്യുന്നതും ആനകൾ തിരികെ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ വനമേഖലകളിൽ ട്രഞ്ചുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് അധികൃതരുടെ പരിഗണനയിലുണ്ടെന്നും നിലവിൽ ടോൾ പരിശോധന കൊണ്ട് പ്രയോജനമില്ലെന്നും എന്നാൽ വേനൽ അടുക്കുന്നതോടെ ആകാശ നിരീക്ഷണവും സാധ്യമാകുമെന്നും വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അശോക് കുമാർ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 7 മുതൽ 6 മണിക്കൂർ പരിശോധന നടത്തിയെങ്കിലും ഒറ്റയാനെ കണ്ടെത്താനായില്ലെന്ന് വനപാലകർ അറിയിച്ചു. 3 ആഴ്ചത്തെ ഒരുക്കത്തിന് ശേഷമാണ് ആനയെ തുരത്തുവാനുള്ള ഓപ്പറേഷന് തുടക്കം കുറിച്ചത്. വടക്കാഞ്ചേരി, പട്ടിക്കാട്, വാഴാനി, എളനാട്, മാതമംഗലം, മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വാഹനങ്ങളും ഓപ്പറേഷനിൽ പങ്കെടുത്തു. റെയിൽവേ മേഖലയിൽ കൂടുതൽ വാച്ചർമാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മച്ചാട് റേഞ്ച് ഓഫീസർ R ആനന്ദ്, വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ B അശോക് രാജ്, പ്രൊബോഷണറി റേഞ്ച് ഓഫീസർമാരായ ലുതീഷ്, സൗമ്യ, ഷിനു, വാഴാനി ഡെപ്യൂട്ടി റേഞ്ചർ P വിനോദ്, ഫോറസ്റ്റ് വെറ്റിനറി സർജൻ മിഥുൻ തുടങ്ങിയവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു. മച്ചാട് റേഞ്ചിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. നമ്മൾ വനംവകുപ്പിൽ നിന്ന് നിരന്തരമായിട്ട് ഇതിനെ ട്രേസ് ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. കുറേയധികം പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്, നടപ്പിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും പൂർണ്ണമായിട്ട് നമുക്കതിനെ അമർച്ച ചെയ്യാനോ അതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഈ അടുത്ത സമയത്ത് റെയിൽവേ ലൈനിലടക്കം ആനയും പ്രത്യക്ഷപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുകയും ആനപ്പിണ്ടം ഒബ്സർവ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലമായിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ രവികുമാർ മീണ സാറിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മച്ചാട് റേഞ്ച് ഓഫീസർ ശ്രീ ആനന്ദ്, വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ മിഥുൻ, 3 പ്രൊബേഷണറി റേഞ്ച് ഓഫീസർമാർ, വാഴാനി ഡെപ്യൂട്ടി റേഞ്ചർ, 6 ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫ്, പട്ടിക്കാട് റേഞ്ചിലെ സ്റ്റാഫ്, മച്ചാട് റേഞ്ചിലെ 2 ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫ്, മായന്നൂർ സ്റ്റാഫ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വൈൽഡ് എലഫന്റിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.